നിങ്ങൾക്ക് കൂടുതൽ പണം വേണമെന്ന് ആഗ്രഹമുണ്ടോ? നല്ല ജീവിതം, സാമ്പത്തിക സുരക്ഷ, മനസ്സിന് സമാധാനം ഇതെല്ലാം ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. പക്ഷേ എത്ര കഠിനമായി ജോലി ചെയ്താലും എന്തുകൊണ്ടാണ് എപ്പോഴും പണം പോരാ എന്ന് തോന്നുന്നത്? നമ്മളിൽ പലരും പഠിച്ചിരിക്കുന്നത് ഇതാണ്: നന്നായി പഠിക്കുക, ഒരു നല്ല ജോലി നേടുക, ശമ്പളം വാങ്ങുക, അതിൽ ജീവിക്കുക. പക്ഷേ ഈ വഴി എല്ലാവരെയും സമ്പന്നരാക്കിയിട്ടുണ്ടോ? ഇല്ല. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം ഈ സാധാരണ ചിന്തയെ ചോദ്യം ചെയ്യുകയാണ്. ഇത് പണം എങ്ങനെ സമ്പാദിക്കാം എന്ന പുസ്തകമല്ല, പണത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണം എന്ന പുസ്തകമാണ്. ഈ പുസ്തകം രണ്ട് പിതാക്കളെ പരിചയപ്പെടുത്തുന്നു. ഒരാൾ എഴുത്തുകാരന്റെ സ്വന്തം അച്ഛൻ പുവർ ഡാഡ്, മറ്റൊരാൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അച്ഛൻ റിച്ച് ഡാഡ്. ഇവർ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്, ഒരേ സമൂഹത്തിൽ വളർന്നവരാണ്. എന്നാൽ പണത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളും ജീവിത തീരുമാനങ്ങളും പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഈ വ്യത്യാസങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ആത്മാവ്. പുവർ ഡാഡ് വളരെ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. മികച്ച ഡിഗ്രികളും സർക്കാർ ജോലിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചത് നന്നായി പഠിക്കൂ, നല്ല ജോലി നേടൂ, പിന്നെ സുരക്ഷിതമായി ജീവിക്കൂ എന്ന ആശയത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ വിദ്യാഭ്യാസം എന്നത് ജോലിയിലേക്കുള്ള കവാടമായിരുന്നു. സ്ഥിരമായ ശമ്പളം, പെൻഷൻ, സാമൂഹിക അംഗീകാരം ഇതെല്ലാം അദ്ദേഹത്തിന് വിജയത്തിന്റെ അടയാളങ്ങളായിരുന്നു. അതേസമയം റിച്ച് ഡാഡ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അത്ര മികച്ചവനല്ലായിരുന്നു. എന്നാൽ പണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ് വളരെ ആഴത്തിലുള്ളതായിരുന്നു. സ്കൂൾ നമ്മെ നല്ല ജീവനക്കാരനാക്കാൻ പഠിപ്പിക്കുന്നു, പക്ഷേ പണം കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല എന്നതാണ് റിച്ച് ഡാഡിന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ധനം എന്നത് ശമ്പളത്തിലൂടെയല്ല, ധനസാക്ഷരതയിലൂടെയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം പണത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നില്ല. സ്കൂളുകളിൽ ഗണിതം പഠിപ്പിക്കുന്നു, പക്ഷേ പണം എങ്ങനെ വളർത്താം എന്നത് പഠിപ്പിക്കുന്നില്ല. ഇതാണ് പുവർ ഡാഡും റിച്ച് ഡാഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പുവർ ഡാഡ് പറയുമായിരുന്നു, സകല ദോഷങ്ങളുടെയും കാരണം പണമാണ്. പക്ഷേ റിച്ച് ഡാഡ് പറയുമായിരുന്നു, പണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സകല ദോഷങ്ങളുടെയും കാരണം. പുവർ ഡാഡ് പണത്തെ ഭയപ്പെട്ടിരുന്നു, അതിനാൽ അദ്ദേഹം സുരക്ഷയെ തിരഞ്ഞെടുക്കുമായിരുന്നു. റിച്ച് ഡാഡ് പണത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു, അതിനാൽ അദ്ദേഹം അപകടം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. പുവർ ഡാഡിന്റെ ചിന്ത നമ്മെ പഠിപ്പിക്കുന്നത് ചെലവ് കുറയ്ക്കാനും സുരക്ഷ തേടാനുമാണ്. റിച്ച് ഡാഡിന്റെ ചിന്ത നമ്മെ പഠിപ്പിക്കുന്നത് അവസരങ്ങൾ തേടാനും പണത്തെ നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കാനുമാണ്. ഈ വ്യത്യാസം ചെറുതായി തോന്നുമെങ്കിലും ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കും. വരുമാനം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് മാത്രം സമ്പത്തുണ്ടാകണമെന്നില്ല. പുവർ ഡാഡ് തന്റെ ജീവിതം മുഴുവൻ നല്ല ശമ്പളം നേടി, പക്ഷേ ജീവിതാവസാനം സാമ്പത്തിക സമ്മർദ്ദത്തിലായിരുന്നു. റിച്ച് ഡാഡ് അത്ര വലിയ ശമ്പളം നേടിയില്ലെങ്കിലും ആസ്തികൾ സൃഷ്ടിച്ചു. ആസ്തികൾ അദ്ദേഹത്തിന് തുടർച്ചയായ വരുമാനം നൽകി. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതല്ല പ്രധാനം, നിങ്ങൾ എത്ര കൈവശം വയ്ക്കുന്നു, അതെങ്ങനെ വളർത്തുന്നു എന്നതാണ് പ്രധാനം. ഈ പുസ്തകം പണത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നില്ല, പകരം പണത്തിന്റെ അടിമയാകാതിരിക്കാൻ പഠിപ്പിക്കുന്നു. ധനം ഒരു നല്ല സേവകനാകണം, മോശം യജമാനനാകരുത്. അധ്യായം 1. ധനികർ പണത്തിനു വേണ്ടി ജോലി ചെയ്യില്ല. ദ റിച്ച് ഡോണ്ട് വർക്ക് ഫോർ മണി. പലരും കരുതുന്നത് പോലെ പണം കുറവായതിനാലാണ് ആളുകൾ കഷ്ടപ്പെടുന്നത് എന്ന് റിച്ച് ഡാഡ് വിശ്വസിക്കുന്നില്ല. പണത്തെക്കുറിച്ചുള്ള ഭയവും ആഗ്രഹവുമാണ് മനുഷ്യരെ വിജയിക്കാനുള്ള മത്സരത്തിൽ, റാറ്റ് റേസിൽ എത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പണത്തിന് അടിമയാകാതെ പണത്തെ സേവകനാക്കാൻ എങ്ങനെ പഠിക്കാം എന്നും പറഞ്ഞു തരുന്നു. റോബർട്ട് കുട്ടിയായിരുന്നപ്പോൾ റിച്ച് ഡാഡ് അവനെ ഒരു ചെറിയ ജോലിക്ക് നിയമിക്കുന്നു. വളരെ കുറഞ്ഞ വേതനം. കുട്ടിക്ക് തോന്നിയത് അനീതിയാണ്. എനിക്ക് കൂടുതൽ പണം വേണം എന്ന് അവൻ പരാതിപ്പെടുന്നു. അപ്പോൾ റിച്ച് ഡാഡ് ഒരു പ്രധാന പാഠം പഠിപ്പിക്കുന്നു. ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനു മുമ്പ് നിങ്ങൾ പണത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കൂടുതൽ പണം ചോദിക്കുന്നത് പ്രശ്നപരിഹാരമല്ല, പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കാത്തത് തന്നെയാണ് പ്രശ്നം. പലരും ജോലി ചെയ്യുന്നത് രണ്ട് വികാരങ്ങളുടെ പിടിയിലാണ്: ഭയവും ആഗ്രഹവും. ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം നമ്മെ കുറഞ്ഞ ശമ്പളത്തിലും ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതേസമയം കൂടുതൽ സൗകര്യങ്ങൾ, ആഡംബരങ്ങൾ, സാമൂഹിക അംഗീകാരം എന്നിവയിലേക്കുള്ള ആഗ്രഹം നമ്മെ കൂടുതൽ ചെലവിലേക്കും കടത്തിലേക്കും നയിക്കുന്നു. ഇതിന്റെ ഫലം എന്താകും? കൂടുതൽ ജോലി, കൂടുതൽ സമ്മർദ്ദം, സ്വാതന്ത്ര്യക്കുറവ്.
റിച്ച് ഡാഡ് വിജയിക്കാനുള്ള ഈ മത്സരത്തിനെ റാറ്റ് റേസ് എന്ന് വിളിക്കുന്നു. ശമ്പളം ലഭിക്കും, ചെലവ് വർദ്ധിക്കും, കടമെടുക്കും, വീണ്ടും കൂടുതൽ ശമ്പളം ആവശ്യമായി വരും. ഈ ചക്രത്തിൽ ഒരിക്കൽ കുരുങ്ങിയാൽ ജീവിതം മുഴുവൻ ജോലി ചെയ്തിട്ടും സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കില്ല. ധനികർ ഈ ചക്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാണ് ചിന്തിക്കുന്നത്. ധനികർ പണത്തിനു വേണ്ടി ജോലി ചെയ്യില്ല, അവർ പണത്തെ കൊണ്ട് തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുന്നു. ശമ്പളം ഒരു പരിധിവരെ മാത്രം നിങ്ങളെ സഹായിക്കും. എന്നാൽ ആസ്തികൾ, ബിസിനസ്, നിക്ഷേപങ്ങൾ, വാടക വരുമാനം ഇവയാണ് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പണമുണ്ടാക്കുന്നത്. റിച്ച് ഡാഡ് ശമ്പളത്തെ പൂർണ്ണമായി നിരസിക്കുന്നില്ല. ജോലി ചെയ്യരുത് എന്നും അദ്ദേഹം പറയുന്നില്ല. മറിച്ച് ജോലി ചെയ്യുമ്പോൾ പഠിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. പണം എങ്ങനെ വരുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ അത് വർദ്ധിപ്പിക്കാം, ഇവയെക്കുറിച്ച് പഠിക്കാനുള്ള അവസരമായി ജോലിയെ ഉപയോഗിക്കണം. പണം നഷ്ടപ്പെടുമോ എന്ന ഭയം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ ധനികർ ഭയത്തെ അടിച്ചമർത്തുന്നില്ല, അവർ ഭയത്തെ നിയന്ത്രിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ ഭയത്തെ അനുവദിച്ചാൽ നിങ്ങൾ സുരക്ഷ മാത്രം തിരഞ്ഞെടുക്കും. എന്നാൽ ഭയത്തെ നിരീക്ഷിച്ച് പഠനമാക്കി മാറ്റിയാൽ നിങ്ങൾ വളരും. പുവർ ഡാഡ് ഭയത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചു. സുരക്ഷിത ജോലി, സ്ഥിര വരുമാനം, പെൻഷൻ. റിച്ച് ഡാഡ് ഭയത്തെ ഒരു അധ്യാപകനാക്കി. നഷ്ടം സംഭവിച്ചാൽ ഞാൻ എന്തു പഠിക്കും എന്ന ചോദ്യമാണ് അദ്ദേഹം സ്വയം ചോദിച്ചത്. പലരും പണം കിട്ടുമ്പോൾ സന്തോഷിക്കുകയും പണമില്ലാതാകുമ്പോൾ വിഷമിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു വികാരചക്രമാണ്. ഈ വികാരചക്രമാണ് പണം നമ്മളെ നിയന്ത്രിക്കാൻ കാരണം. റിച്ച് ഡാഡ് പഠിപ്പിക്കുന്നത് പണത്തോട് നിരപേക്ഷത പുലർത്തുക എന്നതാണ്. പണം ഒരു ഉപകരണം മാത്രമാണ്, വികാരമല്ല. നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിൽ നിൽക്കരുത്. ശമ്പളം നിങ്ങളെ പഠിപ്പിക്കണം, നിങ്ങളുടെ ആസ്തികൾ സൃഷ്ടിക്കാൻ സഹായിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ റാറ്റ് റേസിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയൂ. അധ്യായം 2. ധനസാക്ഷരത എന്തുകൊണ്ട് വേണം? വൈ ടീച്ച് ഫിനാൻഷ്യൽ ലിറ്ററസി? അസറ്റ്സ് വേഴ്സ് ലയബിലിറ്റീസ്. റിച്ച് ഡാഡ് പറയുന്നത് ലളിതമായ ഒരു കാര്യമാണ്. ധനികനാകണോ ദരിദ്രനാകണോ എന്നത് നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതല്ല തീരുമാനിക്കുന്നത്, നിങ്ങൾ എത്ര ആസ്തികൾ കൈവശം വയ്ക്കുന്നു എന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണ്? പലർക്കും ആസ്തി അഥവാ അസറ്റും ബാധ്യത അഥവാ ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി അറിയില്ല. സ്കൂളുകളിലും കോളേജുകളിലും ഈ വിഷയം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ ജോലി ചെയ്തിട്ടും പലരും സാമ്പത്തികമായി പിന്നിലായി തുടരുന്നു. ആസ്തി എന്നത് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം ഇടുന്ന ഒന്നാണ്. ബാധ്യത എന്നത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തു കളയുന്ന ഒന്നാണ്. പലരും വിശ്വസിക്കുന്നത് എൻ്റെ വീട് എൻ്റെ ഏറ്റവും വലിയ ആസ്തിയാണ് എന്നതാണ്. പക്ഷേ റിച്ച് ഡാഡ് ചോദിക്കുന്നു, വീടിന് EMI ഉണ്ടോ? നികുതി അടയ്ക്കേണ്ടതുണ്ടോ? മെയിൻ്റനൻസ് ചെലവുണ്ടോ? ഉണ്ടെങ്കിൽ അത് പണം ഉണ്ടാക്കുകയാണോ പണം കളയുകയാണോ ചെയ്യുന്നത്? പണം പോകുന്നുണ്ടെങ്കിൽ അത് ബാധ്യത തന്നെയാണ്, അത് എത്ര വിലയേറിയതായാലും. അദ്ദേഹം പറയുന്നത് വീട് ഒരിക്കലും വാങ്ങരുത് എന്നല്ല, മറിച്ച് ബാധ്യതയെ ആസ്തി എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നതാണ്. പുവർ ഡാഡ് ഉയർന്ന ശമ്പളം നേടിയിരുന്നു. എന്നാൽ ശമ്പളം കൂടുന്നതനുസരിച്ച് ചെലവുകളും കൂടി. നല്ല വീട്, നല്ല കാർ, നല്ല ജീവിതശൈലി. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം വിജയമായി തോന്നും. പക്ഷേ ശമ്പളം ഇല്ലാതായാൽ പണം വരുമോ? ഇല്ല. അതാണ് പ്രശ്നം. റിച്ച് ഡാഡ് ഇതിന്റെ വിപരീതമാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ശമ്പളം വർദ്ധിപ്പിക്കുക എന്നതല്ല, ആസ്തികൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ബിസിനസ്സുകൾ, റിയൽ എസ്റ്റേറ്റ്, നിക്ഷേപങ്ങൾ ഇവയാണ് അദ്ദേഹത്തിന് തുടർച്ചയായ വരുമാനം നൽകിയത്. അദ്ദേഹം ജോലി നിർത്തിയാലും പണം ഒഴുകിക്കൊണ്ടിരുന്നു. സമ്പന്നർ ആദ്യം ആസ്തികൾ വാങ്ങും, പിന്നീട് ജീവിത സൗകര്യങ്ങൾ. സാധാരണക്കാർ ആദ്യം സൗകര്യങ്ങൾ വാങ്ങും, പിന്നെ ആസ്തികൾ വാങ്ങാൻ ശ്രമിക്കും. ഇതുകൊണ്ടാണ് ഉയർന്ന വരുമാനം ലഭിക്കുന്ന പലരും ദരിദ്രരായി തുടരുന്നത്. ശമ്പളം കൂടുമ്പോൾ കാർ വലുതാകും, വീട് വലുതാകും, ചെലവുകൾ കൂടും. പക്ഷേ ആസ്തികളില്ല. ഇതിനെ റിച്ച് ഡാഡ് വിളിക്കുന്നത് ഇൻകം ഇല്യൂഷൻ എന്നാണ്. വരുമാനം ഉണ്ടെന്ന മിഥ്യാധാരണ. ധനസാക്ഷരത എന്നത് പണം എണ്ണാൻ അറിയുന്നതല്ല, പണത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പണം എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ഈ 2 ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരമാണ് ധനസാക്ഷരത. റിച്ച് ഡാഡ് ഒരു ലളിതമായ ചിത്രം വരയ്ക്കുന്നു. ഒരു പേപ്പറിൽ 2 കോളങ്ങൾ, ഒന്ന് അസറ്റ്സ് ആസ്തികൾ, മറ്റൊന്ന് ലയബിലിറ്റീസ് ബാധ്യതകൾ.
ധനികർ ദിവസവും ശ്രദ്ധിക്കുന്നത് അസറ്റ്സ് കോളമാണ്. ഇന്ന് എൻ്റെ അസറ്റ് കോളം എങ്ങനെ വളർന്നു? ഇന്ന് ഞാൻ എന്ത് വാങ്ങി? അത് പണം ഉണ്ടാക്കുമോ? ഈ ചോദ്യങ്ങളാണ് അവർ സ്വയം ചോദിക്കുന്നത്. പുവർ ഡാഡ് ശ്രദ്ധിക്കുന്നത് ശമ്പളവും ചെലവുമാണ്. എനിക്ക് കൂടുതൽ ശമ്പളം എങ്ങനെ കിട്ടും? ഈ മാസം ചെലവ് എങ്ങനെ കൈകാര്യം ചെയ്യും? ഇത് ജീവിതം മുഴുവൻ നിലനിൽക്കുന്ന സമ്മർദ്ദമാണ്. ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു മാനസിക മാറ്റമാണ്. ഓരോ വസ്തുക്കളും വാങ്ങുന്നതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കണം. ഇത് എൻ്റെ അസറ്റ് കോളത്തിലേക്കാണോ ലയബിലിറ്റി കോളത്തിലേക്കാണോ പോകുന്നത്? ഈ ചോദ്യം നിങ്ങളെ ഉടൻ ധനികനാക്കില്ല, പക്ഷേ ഇത് നിങ്ങളുടെ ദിശ മാറ്റും. ധനികനാകുന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് ഒരു ശീലമാണ്, ഒരു ചിന്താധാരയാണ്. ധനികനാകണമെങ്കിൽ ആദ്യം ധനസാക്ഷരനാകണം. വലിയ വരുമാനം ആവശ്യമില്ല, പക്ഷേ ശരിയായ അറിവ് വേണം. അറിവില്ലെങ്കിൽ കൂടുതൽ പണം കൂടുതൽ പ്രശ്നങ്ങൾ മാത്രമേ സൃഷ്ടിക്കൂ. അധ്യായം 3. സ്വന്തം ബിസിനസ് ശ്രദ്ധിക്കൂ. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. പലർക്കും ഒരു സംശയം വരും. എനിക്കൊരു ജോലിയുണ്ട്, ശമ്പളമുണ്ട്, പിന്നെ ബിസിനസ് എന്തിനാണ്? അല്ലെങ്കിൽ തന്നെ എങ്ങനെ ബിസിനസ് ചെയ്യും? ഈ മനോഭാവത്തെ റിച്ച് ഡാഡ് ചോദ്യം ചെയ്യുന്നു. ജോലിയും ബിസിനസ്സും ഒരുപോലെയല്ല. പുവർ ഡാഡ് വിശ്വസിച്ചത് ഇതായിരുന്നു: നല്ല ജോലി ഉണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതമാണ്. അദ്ദേഹം തൻ്റെ മുഴുവൻ ശ്രദ്ധയും ജോലിയിൽ കേന്ദ്രീകരിച്ചു. പ്രമോഷൻ, ശമ്പളവർധന, പെൻഷൻ. പക്ഷേ റിച്ച് ഡാഡ് ചോദിച്ചു, നിങ്ങളുടെ ജോലി നിർത്തിയാൽ നിങ്ങളുടെ വരുമാനം നിൽക്കുമോ? ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഇല്ല, ജോലി മാത്രമാണുള്ളത്. റിച്ച് ഡാഡ് പറയുന്നു, നിങ്ങളുടെ ജോലി നിങ്ങളുടെ തൊഴിലുടമയുടെ ബിസിനസ്സാണ്. നിങ്ങളുടെ ബിസിനസ് എന്നത് നിങ്ങളുടെ അസറ്റ് കോളം വികസിപ്പിക്കലാണ്. പലരും ഇവ കൂട്ടിക്കുഴയ്ക്കുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്താൽ എൻ്റെ ബിസിനസ് ഞാൻ നോക്കുകയാണ് എന്ന് കരുതുന്നു. പക്ഷേ യാഥാർത്ഥ്യം, നിങ്ങൾ മറ്റൊരാളുടെ ബിസിനസ്സാണ് വളർത്തുന്നത്. നിങ്ങൾക്ക് ശമ്പളം കിട്ടും, പക്ഷേ ആസ്തികൾ ഉണ്ടാകുമോ? അതാണ് ചോദ്യം. റിച്ച് ഡാഡ് പറയുന്നത്, നിങ്ങളുടെ ജോലി തുടരാം, പക്ഷേ അതിനൊപ്പം തന്നെ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സും വളർത്തണം. ഇവിടെ ബിസിനസ് എന്നതുകൊണ്ട് കട തുറക്കണം, കമ്പനി തുടങ്ങണം എന്നൊന്നുമല്ല അർത്ഥം. ബിസിനസ് എന്നത് നിങ്ങൾക്ക് പണം ഉണ്ടാക്കുന്ന ആസ്തികളുടെ സമാഹാരമാണ്. റിച്ച് ഡാഡ് യഥാർത്ഥ ആസ്തികൾ ആയി പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് നടത്തേണ്ടതില്ലാത്ത ബിസിനസ്സുകൾ, ഓഹരികൾ, ബോണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ വാടക വരുമാനം, ബുദ്ധിപര സ്വത്ത് അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ബുക്സ്, പേറ്റൻസ്, റോയൽറ്റീസ് എന്നിവ. ഇവയുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ജോലി ചെയ്യാത്ത സമയത്തും ഇവ പണമുണ്ടാക്കും. പുവർ ഡാഡിനെ പോലുള്ളവർ ജീവിതം മുഴുവൻ ജോലി ചെയ്യും, പക്ഷേ ജോലി അവസാനിച്ചാൽ വരുമാനം അവസാനിക്കും. അതുകൊണ്ടാണ് വിരമിച്ച ശേഷം പലരും സാമ്പത്തികമായി കഷ്ടപ്പെടുന്നത്. റിച്ച് ഡാഡ് അതിനു മുമ്പേ തന്നെ അസറ്റ് കോളം ശക്തമാക്കി. അതിനാൽ ജോലി ചെയ്യേണ്ടതില്ലാത്ത സമയത്തും വരുമാനം തുടർന്നു. ഇത് നമ്മെ ഒരു പ്രധാന ബോധ്യത്തിലേക്ക് നയിക്കുന്നു. ജീവിത ചെലവുകൾ ശമ്പളത്തിൽ നിന്നല്ല, ആസ്തികളിൽ നിന്ന് വരണം. ശമ്പളത്തെ നിങ്ങൾ ആസ്തികൾ നേടാനുള്ള ഉപകരണമായി ഉപയോഗിക്കണം. ശമ്പളം വന്നാൽ ആദ്യം എന്ത് ചെയ്യുന്നു എന്നതാണ് നിർണായകം. ചെലവഴിക്കുകയാണോ അല്ലെങ്കിൽ ആസ്തികൾ വാങ്ങുകയാണോ? റിച്ച് ഡാഡ് പഠിപ്പിച്ച മറ്റൊരു ശീലമാണ് പേ യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യം നിങ്ങൾക്ക് പേ ചെയ്യുക. പലരും ചെയ്യുന്നത് ശമ്പളം, ചെലവ്, കടം, പിന്നെ ബാക്കിയൊന്നുമില്ല. ധനികർ ചെയ്യുന്നത് ശമ്പളം, ആസ്തികൾ, ശേഷമുള്ളത് ചെലവ് എന്ന രീതിയിലാണ്. ഇത് അപകടകരമായി തോന്നാം. ആദ്യം എനിക്ക് തന്നെ എങ്ങനെ പണം നൽകാം എന്ന ചോദ്യം വരും. പക്ഷേ ഈ സമ്മർദ്ദം തന്നെയാണ് സൃഷ്ടിപരമായ ചിന്തയ്ക്ക് വഴിയൊരുക്കുന്നത്. എനിക്ക് ഈ ആസ്തി നിലനിർത്താൻ എങ്ങനെ അധിക വരുമാനമുണ്ടാക്കാം എന്ന ചിന്ത നിങ്ങളെ വളർത്തും. ഇവിടെ മറ്റൊരു പ്രധാന മുന്നറിയിപ്പുണ്ട്. ജീവിതശൈലി അഥവാ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ആസ്തികളെ നശിപ്പിക്കരുത്. ശമ്പളം കൂടുമ്പോൾ ജീവിതശൈലി കൂടുന്ന ശീലമാണ് പലർക്കും. വലിയ വീട്, വലിയ കാർ, കൂടുതൽ ചെലവ്. ഇതെല്ലാം അസറ്റ് കോളം വളരുന്നതിനു മുമ്പേ സംഭവിച്ചാൽ നിങ്ങൾ ജീവിതം മുഴുവൻ ജോലിയോട് ബന്ധപ്പെട്ടു പോകും. റിച്ച് ഡാഡ് നിർദ്ദേശിക്കുന്നത് ആദ്യം ആസ്തികൾ, പിന്നെ സൗകര്യങ്ങൾ. ഈ ക്രമം മാറ്റിയാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം പിന്നോട്ടു പോകും. ഈ സാഹചര്യത്തിൽ നമ്മോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഇന്ന് നിങ്ങൾ നിങ്ങളുടെ അസറ്റ് കോളം വളർത്താൻ എന്തു ചെയ്തു? അത് വലിയ കാര്യങ്ങളൊന്നും ആകണമെന്നില്ല. ഒരു ചെറിയ നിക്ഷേപം, ഒരു പുസ്തകം, ഒരു പുതിയ കഴിവ്, എന്തായാലും ദിശ ശരിയാണോ എന്നതാണ് പ്രധാനം. സമ്പന്നർ സ്വന്തം ബിസിനസ് ശ്രദ്ധിക്കുന്നു. സാധാരണക്കാർ ജോലിയെ മാത്രം ശ്രദ്ധിക്കുന്നു.
ജോലിയെ അവഗണിക്കുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. ജോലി നിങ്ങളെ പഠിപ്പിക്കണം, നിങ്ങളെ ശക്തമാക്കണം. പക്ഷേ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ആസ്തികളിലാണ്. അധ്യായം 4. നികുതികളുടെ ചരിത്രവും കോർപ്പറേഷനുകളുടെ ശക്തിയും. ദ ഹിസ്റ്ററി ഓഫ് ടാക്സസ് ആൻഡ് ദ പവർ ഓഫ് കോർപ്പറേഷൻസ്. പണം കുറവാകാനുള്ള പ്രധാന കാരണം കുറഞ്ഞ വരുമാനമല്ല, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ധനികരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം കഠിനാധ്വാനത്തിലല്ല, നിയമബോധത്തിലും ധനബുദ്ധിയിലുമാണ്. പുവർ ഡാഡ് സത്യസന്ധനും രാജ്യസ്നേഹിയുമായ മനുഷ്യനായിരുന്നു. നികുതി അടയ്ക്കുന്നത് പൗരന്റെ കടമയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ശമ്പളം ലഭിച്ചു, നികുതി പിടിച്ചു, ബാക്കി പണത്തിൽ ജീവിതം. ഇതാണ് അദ്ദേഹത്തിന്റെ ധനരീതികൾ. അദ്ദേഹം ഒരിക്കലും നികുതി ഒഴിവാക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ റിച്ച് ഡാഡ് ചോദിച്ചത് വ്യത്യസ്തമായ ചോദ്യമാണ്. നികുതി അടയ്ക്കുന്നത് ശരിയാണ്, പക്ഷേ നികുതി എത്ര കുറയ്ക്കാം എന്നത് പഠിച്ചിട്ടുണ്ടോ? ആദ്യകാലത്ത് നികുതി ധനികർക്കെതിരെയാണ് അവതരിപ്പിച്ചത്. സമ്പന്നരിൽ നിന്ന് പണമെടുത്ത് സമൂഹത്തിന് ഉപയോഗിക്കുക എന്ന ആശയത്തിലായിരുന്നു നികുതി നിയമങ്ങൾ. പക്ഷേ സംഭവിച്ചതെന്താണ്? ധനികർ നിയമങ്ങളെ പഠിച്ചു, അവർ നിയമങ്ങൾ ഉപയോഗിച്ച് സ്വയം രക്ഷിച്ചു. സാധാരണക്കാർ നിയമങ്ങളെ പഠിച്ചില്ല. ഫലം, ഇന്ന് നികുതിയുടെ ഏറ്റവും വലിയ ഭാരം മധ്യവർഗത്തിൻ്റെയും ദരിദ്രരുടെയും മേലാണ്. റിച്ച് ഡാഡ് പറയുന്നു, നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ഒരുപോലെയല്ല. ഈ അറിവിൻ്റെ വ്യത്യാസമാണ് ധനികരെ കൂടുതൽ ധനികരാക്കുന്നതും സാധാരണക്കാരെ കൂടുതൽ കഷ്ടപ്പെടുത്തുന്നതും. ഇവിടെ കോർപ്പറേഷനുകളുടെ ശക്തി വരുന്നു. ഈ പുസ്തകത്തിലെ കോർപ്പറേഷൻ എന്ന ആശയത്തിന് സമാനമായി ഇന്ത്യയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, വൺ പേഴ്സൺ കമ്പനി എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടാം. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഒരു വ്യക്തിയാണ്, കോർപ്പറേഷൻ നിയമം അംഗീകരിച്ച മറ്റൊരു വ്യക്തിയാണ്. അതിന് സ്വന്തം പേരുണ്ട്, സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, സ്വന്തമായി വരുമാനമുണ്ടാകാം. നികുതി നിയമങ്ങൾ വ്യത്യസ്തമാണ്. കോർപ്പറേഷൻ ഒരു നിയമഘടനയാണ്. അത് വലിയതായിരിക്കണമെന്നില്ല. ഒരു ചെറിയ ബിസിനസ്സും കോർപ്പറേഷൻ ആകാം. കോർപ്പറേഷന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? ചെലവുകൾ ആദ്യം, നികുതി പിന്നീട്. ജീവനക്കാരന്റെ ജീവിതം നോക്കൂ. ശമ്പളം, നികുതി, ബാക്കി പണം, ചെലവുകൾ. പക്ഷേ കോർപ്പറേഷന്റെ ജീവിതം, വരുമാനം, ചെലവുകൾ, ശേഷിക്കുന്ന ലാഭത്തിൽ നിന്ന് നികുതി. ഈ ചെറിയ വ്യത്യാസമാണ് ജീവിതം മുഴുവൻ വലിയ ഫലം സൃഷ്ടിക്കുന്നത്. ജീവനക്കാരൻ നികുതി അടച്ച ശേഷം പണം ചെലവഴിക്കുമ്പോൾ കോർപ്പറേഷൻ ചെലവഴിച്ച ശേഷം മാത്രമാണ് നികുതി അടയ്ക്കുന്നത്. ഇതിലൂടെ നിയമപരമായി തന്നെ വലിയ തുക സംരക്ഷിക്കപ്പെടുന്നു. പുവർ ഡാഡ് കോർപ്പറേഷനെ ഒരു കപട സംവിധാനമായി കണ്ടു. പക്ഷേ റിച്ച് ഡാഡ് അതിനെ ഒരു ഉപകരണമായി കണ്ടു. കത്തി ഒരാളെ കൊല്ലാനും ഭക്ഷണം ഉണ്ടാക്കാനും ഉപയോഗിക്കാം എന്ന പോലെ കോർപ്പറേഷനും നല്ല കാര്യത്തിനും മോശം കാര്യത്തിനും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പ്രശ്നം ഉപകരണമല്ല, ഉപയോഗിക്കുന്നതിനുള്ള അറിവാണ്. ഇതിൽ മറ്റൊരു പ്രധാന ആശയമുണ്ട്. കഠിനാധ്വാനം മാത്രം നമ്മളെ രക്ഷിക്കില്ല. പുവർ ഡാഡ് കഠിനമായി ജോലി ചെയ്തു, നികുതി അടച്ചു, നിയമം പാലിച്ചു. പക്ഷേ ജീവിതാവസാനം സാമ്പത്തിക സമ്മർദ്ദം അനുഭവിച്ചു. റിച്ച് ഡാഡ് നിയമം പഠിച്ചു, നിയമം ഉപയോഗിച്ചു, സമ്പത്ത് സംരക്ഷിച്ചു. ഇവിടെ എഴുത്തുകാരൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഈ പുസ്തകം നികുതി വെട്ടിപ്പ് പഠിപ്പിക്കുന്നില്ല. നിയമപരമായ നികുതി ആസൂത്രണമാണ്, ടാക്സ് പ്ലാനിംഗ് ആണ് പഠിപ്പിക്കുന്നത്. ധനികർ ഒരു അക്കൗണ്ടന്റിനെയും ഒരു അഭിഭാഷകനെയും എന്തുകൊണ്ട് വെക്കുന്നുവെന്ന് വ്യക്തമാണ്. പണം ഉണ്ടാക്കാൻ മാത്രമല്ല, പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും അറിയണം. നിയമങ്ങൾ അറിയാത്തവർക്ക് കൂടുതൽ പണം ലഭിച്ചാലും അത് ഒഴുകിപ്പോകും. ഇത് നമ്മെ ഒരു പ്രധാന ചിന്തയിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്നത് ആരെ സമ്പന്നനാക്കാനാണ്? നിങ്ങളുടെ തൊഴിലുടമയെയോ സർക്കാരിനെയോ അതോ നിങ്ങളെയോ? റിച്ച് ഡാഡ് പറയുന്നത് ജീവനക്കാരനാകുന്നത് തെറ്റല്ല, പക്ഷേ ജീവിതം മുഴുവൻ അതിൽ കുരുങ്ങുന്നത് അപകടമാണ്. ജീവനക്കാരനായി തുടർന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോർപ്പറേഷനുകളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും പഠിക്കാം. ഇത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. നിങ്ങൾ ധനികനാകണമെങ്കിൽ നികുതി നിയമങ്ങളെ ഭയപ്പെടരുത്, അവയെ പഠിക്കണം. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ നികുതി. അധ്യായം 5. ധനികർ പണം കണ്ടുപിടിക്കുന്നു. ദ റിച്ച് ഇൻവെന്റ് മണി. റിച്ച് ഡാഡ് വിശദീകരിക്കുന്നത് പണം എന്നത് നോട്ടുകളോ നാണയങ്ങളോ മാത്രമല്ല, അത് ഒരു ആശയമാണെന്നാണ്.
ധനികർ പണമുണ്ടാക്കുന്നത് അവസരങ്ങളെ അവർ കാണുന്ന രീതി കൊണ്ടും അതിനെ പ്രായോഗികമായി മാറ്റുന്ന ധൈര്യം കൊണ്ടുമാണ്. പുവർ ഡാഡ് വിശ്വസിച്ചത് കഠിനമായി ജോലി ചെയ്താൽ പണം ലഭിക്കും എന്ന ആശയത്തിലാണ്. പക്ഷേ റിച്ച് ഡാഡ് വിശ്വസിച്ചത് ശരിയായ ചിന്താധാര ഉണ്ടെങ്കിൽ അവസരങ്ങൾ പണമായി മാറും എന്നതാണ്. ഇവിടെ ധനികരുടെ ഒരു പ്രധാന സ്വഭാവം ചർച്ച ചെയ്യുന്നു. അവർ അവസരങ്ങളെ ആദ്യം കാണുന്നു, അപകടങ്ങളെ പിന്നീട് കണക്കാക്കുന്നു. സാധാരണ ആളുകൾ അപകടം മാത്രം കാണും. പണം നഷ്ടപ്പെട്ടാൽ ഇത് സുരക്ഷിതമാണോ? ഇപ്പോൾ സമയമാണോ? ധനികർ ചോദിക്കുന്നത് വേറെയാണ്. ഇവിടെ അവസരം എവിടെയാണ്? എനിക്ക് ഇതെങ്ങനെ മെച്ചപ്പെടുത്താം? റിച്ച് ഡാഡ് പറയുന്നത് പണത്തിൻ്റെ കുറവല്ല ആളുകളെ പല കാര്യങ്ങളിൽ നിന്നും തടയുന്നത്, ആത്മവിശ്വാസക്കുറവാണ്. പലരും എനിക്ക് പണമില്ല എന്ന് പറഞ്ഞ് അവസരങ്ങളിൽ നിന്ന് പിന്മാറുന്നു. പക്ഷേ ധനികർ ചോദിക്കുന്നത് പണമില്ലെങ്കിൽ എങ്ങനെ പണം കണ്ടെത്താം? ഇതിൽ ധനത്തെക്കുറിച്ചുള്ള ശരിയായ ചിന്താഗതിയുടെ 5 ഘടകങ്ങൾ സൂചിപ്പിക്കുന്നു. 1. അക്കൗണ്ടിംഗ്, പണം എവിടെ നിന്ന് വരുന്നു, എവിടെ പോകുന്നു എന്നറിയുക. 2. നിക്ഷേപം, പണം വളരുന്നിടത്ത് നിക്ഷേപിക്കുക. 3. മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവ്, ആവശ്യം എവിടെയെന്ന് മനസ്സിലാക്കുക. 4. നിയമങ്ങൾ, നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുക. 5. സ്വയം നിയന്ത്രണം, വികാരങ്ങളെ നിയന്ത്രിക്കുക. ഈ 5ഉം ചേർന്നതാണ് ധനത്തെക്കുറിച്ചുള്ള ശരിയായ ചിന്താഗതി. ഇതിൽ ഒന്നെങ്കിലും നമുക്കില്ലെങ്കിൽ പണമുണ്ടാക്കിയാലും നിലനിർത്താൻ കഴിയില്ല. റിച്ച് ഡാഡ് പറയുന്നു, പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ അപകടം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ്. സാധാരണക്കാർ സുരക്ഷയുടെ പേരിൽ അവസരങ്ങൾ ഉപേക്ഷിക്കുന്നു. എന്നാൽ ധനികർ തങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ചില സാഹസങ്ങളാണ് ഏറ്റെടുക്കുന്നത്. റിയൽ എസ്റ്റേറ്റിന്റെ ഉദാഹരണം നോക്കാം. പലരും വീടിന് വില കൂടുതലാണ് എന്ന് പറഞ്ഞ് പിന്മാറും. പക്ഷേ ധനികർ ചോദിക്കുന്നത് ഇവിടെ അണ്ടർ വാല്യൂഡ് പ്രോപ്പർട്ടി ഉണ്ടോ? എനിക്ക് നെഗോഷിയേഷൻ ചെയ്ത് വില കുറയ്ക്കാൻ കഴിയുമോ? അവസരം കാണാൻ പഠിച്ചാൽ വിപണിയുടെ അവസ്ഥ ഒരു തടസ്സമല്ല. ധനികർ കണ്ണുകൾ കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് കാണുന്നത്. വിപണി ഇടിവ് വന്നാൽ സാധാരണക്കാർ പേടിക്കും. ധനികർ അതിനെ അവസരമാക്കും. കാരണം അവർക്ക് അറിവുണ്ട്, തയ്യാറെടുപ്പുണ്ട്. ബുദ്ധിയില്ലാത്ത ധൈര്യം അപകടകരമാണ്. ധനികർ അന്ധമായ റിസ്ക് എടുക്കുന്നവരല്ല. അവർ പഠിക്കുന്നു, കാര്യങ്ങൾ കൃത്യമായി കണക്കാക്കുന്നു, പിന്നെ പ്രവർത്തിക്കുന്നു. എനിക്ക് എല്ലാം അറിയാം എന്ന അഹങ്കാരം ഏറ്റവും വലിയ അപകടമാണ്. പുവർ ഡാഡ് പണം സമ്പാദിക്കുന്നത് ശമ്പളത്തിലൂടെ മാത്രമാണ്. റിച്ച് ഡാഡ് പണം സൃഷ്ടിക്കുന്നത് ആശയങ്ങൾ, കരാറുകൾ, സിസ്റ്റങ്ങൾ എന്നിവ വഴിയാണ്. ഇതാണ് പണം കണ്ടുപിടിക്കുന്നു എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഈ സാഹചര്യത്തിൽ നമ്മോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാന ചോദ്യം, നിങ്ങൾ ഒരു അവസരം കണ്ടാൽ എന്തു ചെയ്യും? പേടിച്ച് പിന്മാറുമോ? അല്ലെങ്കിൽ പഠിച്ച് മുന്നോട്ടു പോവുമോ? റിച്ച് ഡാഡ് പറയുന്നു, നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ധനത്തെക്കുറിച്ചുള്ള ശരിയായ ചിന്താഗതി വളർത്തണം. പണം മറ്റൊന്നിൻ്റെ ഫലമാണ്. ചിന്താധാരയാണ് നമ്മെ അതിലേക്ക് എത്തിക്കുന്നത്. അധ്യായം 6. പഠിക്കാൻ ജോലി ചെയ്യൂ, പണത്തിനു വേണ്ടിയല്ല. വർക്ക് ടു ലേൺ, നോട്ട് ടു വർക്ക് ഫോർ മണി. സാധാരണ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എനിക്ക് കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ജോലി ഏതാണ്? പക്ഷേ റിച്ച് ഡാഡ് ചോദിക്കുന്നത് വേറെയാണ്, എനിക്ക് കൂടുതൽ പഠിക്കാനാവുന്ന ജോലി ഏതാണ്? പുവർ ഡാഡ് മുഴുവൻ ജീവിതവും ഒരു മേഖലയിലായിരുന്നു. അദ്ദേഹം അതിൽ വിദഗ്ധനായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അദ്ദേഹം ആ മേഖലയോട് മാത്രം ബന്ധപ്പെട്ടു പോയി. അതിനാൽ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നും ഉണ്ടായിരുന്നു. റിച്ച് ഡാഡ് ഇതിനെ സ്പെഷ്യലൈസേഷൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. റിച്ച് ഡാഡ് പറയുന്നു, ഒരു കാര്യത്തിൽ മാത്രം വിദഗ്ധനാകുന്നത് അപകടകരമാണ്. ലോകം മാറുമ്പോൾ ആ വൈദഗ്ധ്യത്തിൻ്റെ വില കുറഞ്ഞേക്കാം, പക്ഷേ നിരവധി കഴിവുകളുള്ളവൻ എവിടെയും നിലനിൽക്കും. പുവർ ഡാഡ് വിദ്യാഭ്യാസത്തെ ശമ്പളത്തിലേക്കുള്ള വഴിയായി കണ്ടു. നല്ല മാർക്ക്, നല്ല ജോലി, നല്ല ശമ്പളം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സമവാക്യം. റിച്ച് ഡാഡ് വിദ്യാഭ്യാസത്തെ കഴിവുകളിലേക്കുള്ള വഴിയായി കണ്ടു. പഠനം, കഴിവ്, സ്വാതന്ത്ര്യം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സമവാക്യം. കഴിവുകളാണ് യഥാർത്ഥ സമ്പത്ത്. പണം വരികയും പോകുകയും ചെയ്യും, പക്ഷേ കഴിവുകൾ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും. റിച്ച് ഡാഡ് നിർദ്ദേശിക്കുന്നത് യൗവനത്തിൽ ശമ്പളം കുറവായാലും പഠിക്കാൻ കഴിയുന്ന ജോലികൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന ചില പ്രധാന മേഖലകൾ: വിൽപ്പന അഥവാ സെയിൽസ്, ആളുകളെ സമ്മതിപ്പിക്കാനുള്ള കഴിവ്; ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ, ആശയം വ്യക്തമാക്കാനുള്ള കഴിവ്; നേതൃത്വം, ലീഡർഷിപ്പ്, ആളുകളെ നയിക്കാനുള്ള കഴിവ്; മാനേജ്മെന്റ്,
സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. പലർക്കും സെയിൽസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ പേടി വരും. എനിക്ക് ആളുകളോട് സംസാരിക്കാൻ മടിയാണ് എന്ന് അവർ പറയും. പക്ഷേ റിച്ച് ഡാഡ് പറയുന്നു, വിൽപ്പന അറിയാത്തവന് ആശയങ്ങൾ പോലും വിറ്റഴിക്കാൻ കഴിയില്ല. ഭയമാണ് പഠനത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. എനിക്ക് ഇത് പറ്റില്ല, ഞാൻ പരാജയപ്പെട്ടാൽ, ഈ ചിന്തകളാണ് പലരെയും പുതിയ കഴിവുകൾ പഠിക്കുന്നതിൽ നിന്നും തടയുന്നത്. പുവർ ഡാഡ് സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകിയത്. അതിനാൽ അദ്ദേഹം പുതിയ മേഖലകളിലേക്ക് മാറാൻ മടിച്ചു. റിച്ച് ഡാഡ് അപകടം പഠനത്തിൻ്റെ ഭാഗമാക്കി. എനിക്ക് എന്ത് പഠിക്കാം എന്ന ചോദ്യമാണ് അദ്ദേഹം എല്ലായ്പ്പോഴും ചോദിച്ചത്. ജോലി എന്നത് ഒരു ക്ലാസ് റൂം പോലെ തന്നെ കാണണം. നിങ്ങൾ ഇന്നു ചെയ്യുന്ന ജോലി നാളെ നിങ്ങളെ സ്വതന്ത്രനാകാൻ സഹായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് ഒരു തടവറയാകാം. റിച്ച് ഡാഡ് പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും വലിയ ശമ്പളം നൽകുന്നത് നിങ്ങളുടെ തൊഴിലുടമയല്ല, നിങ്ങളുടെ കഴിവുകളാണ്. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ കഴിവുള്ളവന് മറ്റൊരു അവസരം കണ്ടെത്താം, കഴിവില്ലാത്തവന് ഭയം മാത്രം. പഠനം ലക്ഷ്യമാക്കി ജോലി ചെയ്താൽ നിങ്ങൾ വളരും. അധ്യായം 7. തടസ്സങ്ങളെ മറികടക്കുക. ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾസ്. പലരും കരുതുന്നത് പണമില്ലായ്മയാണ് തങ്ങളെ തടയുന്നതെന്നാണ്. ധനികരെയും സാധാരണക്കാരെയും വേർതിരിക്കുന്ന മാനസിക തടസ്സങ്ങളെക്കുറിച്ചാണ് ഇവിടെ റിച്ച് ഡാഡ് പറയുന്നത്. പണം തടസ്സമല്ല, മനസ്സാണ് യഥാർത്ഥ തടസ്സം. ഇവിടെ ധനസ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നത് തടയുന്ന 5 പ്രധാന തടസ്സങ്ങൾ വിശദീകരിക്കുന്നു. ഈ തടസ്സങ്ങൾ പുറത്തുനിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവയെ തിരിച്ചറിയുക എന്നത് തന്നെയാണ് വിജയത്തിൻ്റെ ആദ്യപടി. 1. ഭയം, ഫിയർ. പണം നഷ്ടപ്പെടുമോ എന്ന ഭയം, പരാജയപ്പെടുമോ എന്ന ഭയം. ഭയം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ധനികർ ഭയത്തെ നിയന്ത്രിക്കുന്നു, സാധാരണക്കാർ ഭയത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. പുവർ ഡാഡ് ഭയം ഒഴിവാക്കാൻ ശ്രമിച്ചു. സുരക്ഷിത ജോലി, സ്ഥിര വരുമാനം. റിച്ച് ഡാഡ് ഭയത്തെ ഒരു അധ്യാപകനാക്കി. ഒരു നഷ്ടമുണ്ടായാൽ ഞാൻ എന്തു പഠിക്കും എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഭയം പഠനമായി മാറുമ്പോൾ അത് ശക്തിയാകുന്നു. 2. സംശയം, സിനിസിസം. ഇത് സാധ്യമല്ല, ഇതെനിക്കുള്ളതല്ല, ഇപ്പോൾ ഇതിനുള്ള സമയമല്ല. ഇത്തരത്തിലുള്ള ചിന്തകളാണ് സംശയം. പലരും അവസരങ്ങൾ വരുമ്പോൾ തന്നെ അവയെ തള്ളിക്കളയും. സംശയം അവസരങ്ങളെ നശിപ്പിക്കുന്നു. റിച്ച് ഡാഡ് പറയുന്നത് ധൈര്യം സംശയത്തെ തോൽപ്പിക്കണം എന്നാണ്. എല്ലാം പൂർണ്ണമായി ഉറപ്പായ ശേഷം മാത്രമേ മുന്നോട്ടു പോകൂ എന്ന ചിന്ത നിങ്ങളെ ഒരിക്കലും മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല. 3. അലസത, ലേസിനെസ്. അലസത എന്നത് ജോലി ചെയ്യാതിരിക്കുന്നതല്ല, ആത്മാർത്ഥമായ ശ്രമം ഒഴിവാക്കുന്നതാണ് യഥാർത്ഥ അലസത. ഇപ്പോൾ സമയമില്ല, പിന്നീട് നോക്കാം, ഇതെല്ലാം അലസതയുടെ മറ്റൊരു രൂപമാണ്. റിച്ച് ഡാഡ് പറയുന്നത് പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന ശീലം അലസതയെ തോൽപ്പിക്കുന്ന ശക്തമായ ആയുധമാണെന്നാണ്. ആദ്യം ആസ്തികൾക്ക് സമയം കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ സ്വയം ക്രമീകരിക്കപ്പെടും. 4. മോശം ശീലങ്ങൾ, ബാഡ് ഹാബിറ്റ്സ്. ശീലങ്ങളാണ് ജീവിതം നിയന്ത്രിക്കുന്നത്. പലർക്കും ഉള്ള ഒരു മോശം ശീലം, ആസ്തികൾ ഉണ്ടാക്കുന്നത് മുൻഗണനാ ലിസ്റ്റിൽ അവസാനത്തെ കാര്യമായിരിക്കും. ശമ്പളം വന്നാൽ ആദ്യം ചെലവുകൾ, പിന്നെ ബാക്കിയുണ്ടെങ്കിൽ നിക്ഷേപം. ധനികർ ഇതിൻ്റെ വിപരീതമാണ് ചെയ്യുന്നത്. ആദ്യം ആസ്തികൾ, പിന്നെ ചെലവുകൾ. ഈ ശീലം മാറ്റാതെ ധനസ്വാതന്ത്ര്യം അസാധ്യമാണ്. 5. അഹങ്കാരം, അരഗൻസ്. എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്തയാണ് അഹങ്കാരം. ഇത് പഠനത്തെ തടയും. പലരും നഷ്ടം സംഭവിച്ചാൽ പോലും പഠിക്കാൻ തയ്യാറാകില്ല. അഹങ്കാരം അറിവിൻ്റെ ശത്രുവാണ്. റിച്ച് ഡാഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കറിയില്ല എന്ന് പറയാൻ പഠിക്കൂ. അതാണ് പഠനത്തിൻ്റെ തുടക്കം. ഈ 5 തടസ്സങ്ങൾ ഒന്നിച്ചു വന്നാൽ വലിയ വരുമാനം പോലും ഒരാളെ ദരിദ്രനാക്കും. കാരണം പ്രശ്നം പണമല്ല, പണം കൈകാര്യം ചെയ്യുന്ന മനസ്സാണ്. നമ്മോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. നിങ്ങൾ തടയുന്നത് എന്താണ്? പുറത്തെ സാഹചര്യമോ അകത്തെ ഭയങ്ങളോ? റിച്ച് ഡാഡ് പറയുന്നു, സാമ്പത്തിക സ്വാതന്ത്ര്യം ധൈര്യം സംഭരിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. സുരക്ഷ തേടുന്നവർക്ക് സമ്പത്ത് ലഭിക്കില്ല. പഠിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അധ്യായം 8. തുടക്കം എങ്ങനെ? ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. പുസ്തകത്തിലെ മുൻ അധ്യായങ്ങൾ എല്ലാ മനോഭാവവും ധനചിന്തയും രൂപപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ ഈ അധ്യായത്തിൽ റിച്ച് ഡാഡ് ചോദിക്കുന്നത് ഒരു നിർണായക ചോദ്യമാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ധനസ്വാതന്ത്ര്യം ഒരു ആശയം മാത്രമായി നിലനിൽക്കരുത്, അത് പ്രവർത്തനത്തിലേക്ക് മാറണം. ഈ അധ്യായം അതിനുള്ള വഴികാട്ടിയാണ്.
1. ശക്തമായ കാരണം കണ്ടെത്തുക. ഫൈൻഡ് എ സ്ട്രോങ് റീസൺ വൈ. പണം ഒരു ശക്തമായ പ്രേരണയല്ല. പലരും കൂടുതൽ പണം വേണം എന്ന് പറയും, പക്ഷേ ബുദ്ധിമുട്ട് വന്നാൽ അവർ പിന്മാറും. റിച്ച് ഡാഡ് പറയുന്നത്, നിങ്ങളുടെ വൈ ശക്തമാകുമ്പോൾ ഹൗ സ്വയം വരും. സ്വാതന്ത്ര്യം, കുടുംബസമയം, ഭാവിയിലെ സുരക്ഷ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇത്തരത്തിലുള്ള ശക്തമായ കാരണങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുക. വൈ ഇല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങൾ പോലും നിങ്ങളെ ചെയ്യുന്ന കാര്യം നിർത്താൻ പ്രേരിപ്പിക്കും. 2. ദിവസേന തിരഞ്ഞെടുക്കുക. ചൂസ് ഡെയിലി. സമ്പത്ത് ഒറ്റക്കുതിപ്പിലൂടെ ഉണ്ടാകുന്നതല്ല, ദിവസേന ചെയ്യുന്ന ചെറിയ തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ഇന്ന് ഞാൻ എന്തു പഠിച്ചു? ഇന്ന് എൻ്റെ അസറ്റ് കോളം വളർന്നോ? ഇന്ന് ഞാൻ ചെലവഴിച്ച പണം ആസ്തിയിലേക്കാണോ ബാധ്യതയിലേക്കാണോ? ഈ ചോദ്യങ്ങൾ ദിവസേന ചോദിക്കുമ്പോൾ തീർച്ചയായും മുന്നോട്ടു പോകും. 3. സുഹൃത്തുക്കളെ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുക. പണം സംബന്ധിച്ച ചിന്തകൾ നമ്മൾ പലപ്പോഴും ചുറ്റുമുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. നിങ്ങൾ ആരോടൊപ്പം സമയം ചെലവഴിക്കുന്നു എന്നതാണ് പലപ്പോഴും നിങ്ങളെ നിങ്ങളാക്കുന്നത്. പണം ഭയക്കുന്നവരോടൊപ്പം നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്കും ഭയം വരും. പഠിക്കാൻ തയ്യാറുള്ളവരോടൊപ്പം ഇരുന്നാൽ നിങ്ങൾക്കും വളർച്ച വരും. ഇതാണ് റിച്ച് ഡാഡ് പറയുന്ന ഫിനാൻഷ്യൽ പിയർ ഗ്രൂപ്പ്. 4. ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കുക. എല്ലാം സ്വന്തമായി പഠിക്കേണ്ടതില്ല. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നിടത്ത് ഇതിനകം എത്തിയവരിൽ നിന്ന് പഠിക്കുക. പുസ്തകങ്ങൾ, സെമിനാറുകൾ, മെന്റർമാർ ഇവയെല്ലാം സമയം ലാഭിക്കും, പിഴവുകൾ കുറയ്ക്കും. പുവർ ഡാഡ് സ്കൂൾ വിദ്യാഭ്യാസത്തെ മാത്രം വിശ്വസിച്ചു. റിച്ച് ഡാഡ് ജീവിത പാഠങ്ങളെ വിശ്വസിച്ചു. 5. ആദ്യം കൊടുക്കുക, പിന്നെ വാങ്ങുക. ഇത് വളരെ ആത്മീയമായി തോന്നാം, പക്ഷേ റിച്ച് ഡാഡ് ഇതിനെ പ്രായോഗികമായി കാണുന്നു. നൽകുന്നവന് അവസരങ്ങൾ വരും. സമയം, അറിവ്, സഹായം എന്തായാലും നൽകാൻ തയ്യാറുള്ളവർക്ക് സാമൂഹിക ബന്ധങ്ങളും വിശ്വാസവും ലഭിക്കും. ഇത് പിന്നീട് അവസരങ്ങളായി മാറും. 6. അഹങ്കാരത്തെ നിയന്ത്രിക്കുക. എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത വളർച്ച തടയും. എനിക്ക് അറിയില്ല എന്ന് സമ്മതിക്കുന്നവനാണ് വേഗത്തിൽ പഠിക്കുന്നത്. പഠിക്കാതെ നിക്ഷേപങ്ങളിലേക്ക് പോകുന്നതും അപകടകരമാണ്. വിനയം സുരക്ഷയാണ്. 7. പഠിച്ച് നിക്ഷേപിക്കുക. റിച്ച് ഡാഡ് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ചൂതാട്ടവും നിക്ഷേപവും ഒരുപോലെയല്ല. പഠിക്കാതെ പണമിടുന്നത് ചൂതാട്ടമാണ്. പഠിച്ച് കണക്കാക്കി ചെറിയ അളവിൽ തുടങ്ങുന്നത് നിക്ഷേപമാണ്. വലിയ വിജയങ്ങൾ ചെറുതായി തുടങ്ങുന്നതാണ്. 8. പ്രവർത്തിക്കുക, ഭയത്തോടെയെങ്കിലും. പലരും എനിക്ക് കൂടുതൽ അറിവ് വേണമെന്ന് പറയും. പൂർണ്ണമായ തയ്യാറെടുപ്പ് ഒരിക്കലും ഉണ്ടാകാറില്ല. ഭയം ഉണ്ടെങ്കിലും പ്രവർത്തിക്കണം. പ്രവർത്തനം തന്നെയാണ് ഏറ്റവും വലിയ അധ്യാപകൻ. ഇവിടെ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: ചിന്ത മാത്രം മാറ്റിയാൽ പോരാ, ശീലം മാറ്റണം. ശീലം മാറുമ്പോൾ ജീവിതം മാറും. അധ്യായം 9. ഇനിയും കൂടുതൽ വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. സ്റ്റിൽ വാണ്ട് മോർ. ഹിയർ ആർ സം ടു ഡു. മുൻ അധ്യായങ്ങൾ ധനചിന്തയും മനോഭാവവും രൂപപ്പെടുത്തിയെങ്കിൽ ഈ അധ്യായം ചോദിക്കുന്നത് ഒറ്റ ചോദ്യം മാത്രം: ഇനി നിങ്ങൾ എന്തു ചെയ്യും? റിച്ച് ഡാഡ് ഇവിടെ ഉപദേശിക്കുന്നില്ല, ഒരു പ്രവർത്തന പട്ടിക നൽകുകയാണ്. സമ്പത്ത് ഒരു ആഗ്രഹമായി മാത്രം നിൽക്കരുത്, അത് ശീലങ്ങളായി മാറണം എന്നാണ് ഈ അധ്യായത്തിൻ്റെ ആത്മാവ്. 1. പഠനം ഒരിക്കലും നിർത്തരുത്. പലരും സ്കൂൾ, കോളേജ് കഴിഞ്ഞാൽ പഠനം അവസാനിപ്പിക്കുന്നു. റിച്ച് ഡാഡ് പറയുന്നു, ധനികർ ആദ്യം പഠിക്കുന്നു, പിന്നെ നിക്ഷേപിക്കുന്നു. പുസ്തകങ്ങൾ, സാമ്പത്തിക വാർത്തകൾ, നിക്ഷേപ പഠനം ഇതെല്ലാം ദിനചര്യയുടെ ഭാഗമാക്കണം. അറിവില്ലാതെ ചെയ്യുന്ന നിക്ഷേപം അപകടമാണ്. അറിവുള്ളവൻ അവസരങ്ങൾ തിരിച്ചറിയും. 2. റിസ്ക് എടുക്കാൻ തയ്യാറാകുക. പണമില്ലാത്തവർ റിസ്ക് ഒഴിവാക്കും. ധനികർ നന്നായി പഠിച്ച കാര്യങ്ങളിൽ റിസ്ക് എടുക്കും. എല്ലാം ഉറപ്പായ ശേഷം നീങ്ങാം എന്ന ചിന്ത നിങ്ങളെ ഒരിക്കലും നീങ്ങാൻ അനുവദിക്കില്ല. ചെറിയ അളവിൽ ആരംഭിക്കുക. നഷ്ടം വന്നാലും അത് പഠന ചെലവായി കാണുക. 3. പണത്തിൻ്റെ ഭാഷ പഠിക്കുക. അക്കൗണ്ടിംഗ്, ക്യാഷ് ഫ്ലോ, നികുതി, ആസ്തി, ബാധ്യത എന്നിവയുടെ വ്യത്യാസം. ഇവ പണത്തിൻ്റെ ഭാഷയാണ്. ഈ ഭാഷ അറിയാത്തവർ പണം ഉണ്ടാക്കിയാലും അത് കൈവശം നിർത്താൻ കഴിയില്ല. ഈ അധ്യായം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു: ക്യാഷ് ഫ്ലോ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സാലറി. 4. സ്വയം നിയന്ത്രണം വളർത്തുക. ശമ്പളം കൂടുമ്പോൾ ചെലവും കൂടുന്നത് ഒരു സാധാരണ പിഴവാണ്. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആണ് സമ്പത്തിൻ്റെ ശത്രു.
വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയാണിത്. ധനികർ ആദ്യം നിക്ഷേപിക്കുന്നു, പിന്നെ ചെലവഴിക്കുന്നു. ഇത് കർശനമായ ശീലമാണ്, പക്ഷേ ഇത് ദീർഘകാലത്തേക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകും. 5. ഇടപാടുകളിൽ ചാതുര്യം നേടുക. റിച്ച് ഡാഡ് പറയുന്നു, നിങ്ങൾ നല്ല ഡീൽ കണ്ടെത്തണം, നല്ല ഡീൽ നിങ്ങളെ കണ്ടെത്തില്ല. നെഗോഷിയേഷൻ, ധാരണയുണ്ടാക്കൽ, മാർക്കറ്റ് ഒബ്സർവേഷൻ, വിപണിയെ നിരീക്ഷിക്കൽ, പേഷ്യൻസ്, ക്ഷമ, ഇതെല്ലാം പഠിക്കേണ്ട കഴിവുകളാണ്. വില കൂടുമ്പോൾ വാങ്ങുന്നത് ബുദ്ധിമുട്ടാണ്, വില കുറയുമ്പോൾ വാങ്ങാൻ ധൈര്യം വേണം. 6. ഗുരുക്കന്മാരെ സമീപിക്കുക. നിങ്ങൾക്കറിയാത്തത് പഠിക്കാൻ മടിക്കരുത്. മെന്റർ ഉള്ളവൻ വേഗത്തിൽ മുന്നേറും. റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്, നിക്ഷേപം, ഓരോ മേഖലയിലും അനുഭവമുള്ളവരോട് ചോദിക്കുക. ഒരു ചോദ്യം നിങ്ങളെ വലിയ പിഴവിൽ നിന്നും രക്ഷിക്കും. 7. അവസരങ്ങൾ സൃഷ്ടിക്കുക. പലരും ജോലി അവസരങ്ങൾ മാത്രം അന്വേഷിക്കും. ധനികർ സ്വയം ചോദിക്കുന്നത്, ഇവിടെ നമുക്ക് സ്വയം എങ്ങനെ മൂല്യം കൂട്ടാമെന്നാണ്. ഒരു പ്രശ്നം കണ്ടാൽ അതിൽ അവസരം കാണാൻ പഠിക്കുക. പ്രശ്നപരിഹാരമാണ് സമ്പത്തിന്റെ വിത്ത്. 8. പരാജയം പഠനമാക്കുക. പരാജയം ഒഴിവാക്കാനാവില്ല. പരാജയത്തെ ഭയക്കുന്നവൻ മുന്നോട്ടു പോവില്ല. റിച്ച് ഡാഡ് പറയുന്നു, നഷ്ടം വന്നാൽ കരയരുത്, പഠിക്കുക. ഓരോ പരാജയവും ഒരു അധ്യാപകനാണ്. 9. ഇപ്പോൾ തന്നെ തുടങ്ങുക. ഇനി സമയമില്ല, കുറച്ചുകൂടി പഠിച്ചിട്ടാകാം. ഇതെല്ലാം വൈകിപ്പിക്കൽ മാത്രമാണ്. പൂർണ്ണമായ അറിവ് ഒരിക്കലും വരില്ല. ചെറിയ ചുവടാണ് വലിയ യാത്രയുടെ തുടക്കം. 10. മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. നിങ്ങൾ പഠിച്ചതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ അറിവ് ഇരട്ടിയാകും. അധ്യാപകനാകുന്ന വിദ്യാർത്ഥിയാണ് ഏറ്റവും വേഗത്തിൽ വളരുന്നത്. ഇവിടത്തെ സന്ദേശം ഇതാണ്: സമ്പത്ത് ഒരു ലക്ഷ്യമല്ല, അത് ഒരു യാത്രയാണ്. ഈ യാത്രയിൽ പഠനം, ധൈര്യം, ശീലം ഇവയാണ് വാഹനങ്ങൾ. പുസ്തകത്തിന്റെ അവസാനത്തിൽ റിച്ച് ഡാഡ് വായനക്കാരനോട് പറയുന്നു, ഇനി എല്ലാം നിങ്ങളുടെ കൈകളിലാണ്. വായനയിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഇതുപോലുള്ള വീഡിയോകൾക്കായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.